Hi all, Assalamu alaikum, welcome back. നമ്മൾ ഇന്നൊരു കിടുക്കാച്ചി ഇളനീർ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇളനീർ ഐസ്ക്രീം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മിക്സിയും അതുപോലെ തന്നെ ഇളനീരും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ഇളനീര് വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇളനീര് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും ഇതിൻ്റെ കാമ്പ് ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളവും ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കാമ്പ് എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ കാമ്പൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മധുരത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ആവാട്ടോ. അപ്പോൾ നമ്മുടെ ഇളനീര് ഇവിടെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് വിപ്പിംഗ് ക്രീം ആണെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. അപ്പോൾ ജാറ് ചെറുതായതുകൊണ്ട് തന്നെ വലിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വിപ്പിംഗ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്രീമും അതുപോലെ തന്നെ ഇളനീരും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് മതിയാവും കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും, ക്രീമി രൂപത്തിൽ കിട്ടും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു ബൗളിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐസ്ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ ഒരു പണിയും ഇല്ല. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഫ്രീസറിൽ വേണം വെക്കാൻ. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതൽ നേരം നമ്മൾ വീണ്ടും മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുക ഒന്നും വേണ്ട. ഒരൊറ്റ പണിയിൽ തന്നെ നമ്മുടെ ഐസ്ക്രീം റെഡിയായി. വെറും 5 മിനിറ്റ് മാത്രം മതി. 5 മിനിറ്റും വേണ്ട, വെറും 3 മിനിറ്റ് മാത്രം മതിയാവും നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇളനീർ ഐസ്ക്രീം ഒന്നും ഇനി ആരും കടയിൽ പോയി വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് മിക്സിയിൽ തന്നെ അടിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും ഒക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയും പോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്